ഗായ്സ്, ഷൈമ റഫീഖിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഇടിയപ്പവും തേങ്ങാപ്പാലുമാണ്. ഇത് വളരെയധികം ടേസ്റ്റാണ്. നിങ്ങളിത് ഉറപ്പായും ട്രൈ ചെയ്യണം. ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ 1 കിലോ വരുന്ന അരിപ്പൊടി, പത്തൽപ്പൊടി അങ്ങനെയും പറയാം. നമുക്ക് ഈ പൊടി കൊണ്ട് പത്തലും ഉണ്ടാക്കാൻ പറ്റും, ഇടിയപ്പവും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പൊടിയാണ് നമ്മൾ 1 കിലോ ആണ് ഇതിലുള്ളത്. 1 കിലോ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊട്ടിച്ച് നമ്മുടെ ഈ പാത്രത്തിലേക്ക് മുഴുവനായി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ പൊടി മൊത്തത്തിൽ നമ്മൾ ഈ പാത്രത്തിലിട്ട ശേഷം നമുക്ക് ആവശ്യത്തിനായി വരുന്ന ഉപ്പ് ഇതിലേക്ക് നമ്മൾ ചേർക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് ആവശ്യം വരുന്നത് അതനുസരിച്ച് ചേർത്താൽ മതിയാകും. അങ്ങനെ ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. വെള്ളം നമുക്ക് എത്രയാണ് ആവശ്യം വരുന്നത് അതനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കൊരു കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. നമുക്ക് വെള്ളം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യേണ്ടതുണ്ട്. നന്നായി തന്നെ മിക്സ് ചെയ്യുക. ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മാവ് ഈ ഒരു പരുവത്തിലാവുന്നവരെ നന്നായി നിങ്ങൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ബൗൾസുകളാക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മാവ് കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഏത് ഷേപ്പ് വേണമെങ്കിലും ബൗൾസ് ആക്കാം. അങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഷേപ്പ് ഇതേപോലുള്ളൊരു ഷേപ്പാണ്. അങ്ങനെ നമ്മൾ എല്ലാ മാവും അതേപോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാ മാവും നമ്മൾ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ബൗൾസും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണുന്ന പോലെയുള്ള ഷേപ്പാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം എടുക്കാം. ഇതാണ് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പാത്രം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇടിയപ്പം. നമുക്ക് കുഞ്ഞായിട്ടുള്ള ഇടിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെയധികം ടേസ്റ്റോട് കൂടി ഈസി ആയിട്ട് തന്നെ ഇടിയപ്പം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും ഈ പാത്രം കൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പാത്രത്തിന് മൊത്തമായിട്ട് മുഴുവനായിട്ടും നമ്മളിങ്ങനെ എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് മാവ് നമ്മുടെ ഇടിയപ്പ പാത്രത്തിൽ ഇങ്ങനെ പറ്റി പിടിക്കാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ മൊത്തത്തിലായിട്ട് എല്ലായിടത്തും നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ബൗളുകളാക്കി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇടുകയാണ്. നമ്മളെടുത്തിട്ടുള്ള 3 ബൗൾസ് നമുക്ക് ഇതിലേക്ക് ഇടാൻ പറ്റും. അപ്പം നമുക്കിങ്ങനെ നിറഞ്ഞു നിൽക്കും. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അങ്ങനെ നമ്മൾ അടക്കുന്നത് ഇങ്ങനെയാണ്, ഇതേപോലെയാണ്. ഇതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെയ്താൽ താഴോട്ട് വരുന്നതായിരിക്കും. അങ്ങനെ നല്ലോണം അങ്ങനെ ചെയ്ത ശേഷം കൈകൊണ്ട് നന്നായി ഇതിങ്ങനെ അടിച്ചു വെക്കാവുന്നതാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രമാണ്. ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിൽ മുഴുവനായിട്ട് ഇങ്ങനെ എണ്ണ തടവി കൊടുക്കാം. ഇങ്ങനെ എണ്ണ തടവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാവ് പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നേരത്തെ ഇടിയപ്പ പാത്രത്തിൽ മാവ് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മുകളിൽ നിന്നിങ്ങനെ കറക്കുമ്പോൾ താഴെ ഇങ്ങനെ നൂല് പോലെ നമുക്ക് ഇടിയപ്പം ഷേപ്പിൽ നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ്. അങ്ങനെ ഈ പാത്രത്തിൻ്റെ എല്ലായിടത്തും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ഞാനുള്ളത് കാസർഗോഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിന് നമ്മളിവിടെ പറയുന്നത് സേമ എന്നാണ്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ഇടിയപ്പം ആവിയിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു പാത്രമാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ പകുതി വെള്ളം നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓണാക്കിയ ശേഷം നമ്മൾ ഈ പാത്രം സ്റ്റൗവിൽ വെക്കുക. ശേഷം വെള്ളം കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇടിയപ്പം ഇങ്ങനെ തന്നെ വെക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 3 തട്ടായിട്ടാണുള്ളത്. ഈ ഒരു പാത്രത്തിൻ്റെ തന്നെയാണ് ഈ ഒരു തട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ 3 തട്ടായി നമുക്ക് ഇത് വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ മുടി കൊണ്ട് അടച്ചു വെക്കാവുന്നതാണ്. ഏകദേശം 15 മിനിറ്റ് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കരുത്, അത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട്
നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തട്ടുകൾ ഓരോന്നായിട്ട് എടുത്ത് പുറത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ എടുത്ത് ഓരോരോ തട്ടായി ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് സൂക്ഷിച്ച് ക്ലോത്ത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഓരോന്നായി ഇടിയപ്പം മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാ പാത്രത്തിൽ നിന്നും നമുക്കിങ്ങനെ ഓരോന്നോരോന്ന് വീതം എടുത്തിങ്ങനെ മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഈസി ആയിട്ട് ഈ മെത്തേഡിൽ കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനുള്ള പാൽ തയ്യാറാക്കി എടുക്കണം. നമ്മളിവിടെ തയ്യാറാക്കുന്ന തേങ്ങാപ്പാലാണ്. അതെങ്ങനെ തയ്യാറാക്കും എന്നുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഒരു തേങ്ങ മുഴുവനായി ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിൽ ഈ തേങ്ങ ചിരവിയത് മുഴുവനായി തന്നെ ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ മുഴുവൻ തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലിട്ട ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അങ്ങനെ മിക്സിയിലെ ജാറിൽ നിന്ന് മുഴുവനായി തേങ്ങ അടിച്ചത് മുഴുവനായി ഇതിലേക്ക് ഇട്ട ശേഷം നന്നായി കൈകൊണ്ട് മിക്സാക്കി താഴേക്ക് വെള്ളം വരുന്ന വിധം നന്നായി ഇങ്ങനെ എടുത്ത് നമുക്ക് ഈ തേങ്ങയുടെ പാല് മൊത്തത്തിലായി ഇങ്ങനെ എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അരിച്ചെടുത്തിട്ട് മുഴുവനായി പാലിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മധുരം ആഡ് ചെയ്യാനാണ്. അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ശർക്കരയാണ്. അങ്ങനെ ഈ ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ അരക്കുന്നത് ശർക്കരയാണ്. അങ്ങനെ ഇത്രയും ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായി അനുസരിച്ചെടുത്താൽ മതി. അത് നമ്മുടെ മിക്സിയുടെ ജാറിൽ മുഴുവനായി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പാൽ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സിയുടെ ജാറിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു മിക്സ് നമ്മൾ ഈ ഒരു പാലിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുഴുവനായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ മധുരം ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉപ്പിട്ട ശേഷം നന്നായി ഒരു തവി വെച്ചിട്ട് നന്നായി ഇങ്ങനെ ഇളക്കുക. അപ്പോൾ നമ്മുടെ പാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇതാണ് ഫൈനൽ ലുക്ക്. നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും അതിനൊത്ത് നല്ല പാലും വളരെയധികം ടേസ്റ്റാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് എനിക്ക് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ ഉറപ്പായി അറിയിക്കണം. നമുക്ക് വീട്ടിൽ തന്നെ ഇത്രയും എളുപ്പത്തിൽ ഈ ഒരു ഇടിയപ്പവും തേങ്ങാപ്പാലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ സ്വന്തം ഷൈമ റഫീഖ് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.